ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസി എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അക്കൗണ്ടൻസിയുടെ തിയറി ഭാഗങ്ങൾ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിനും തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക, എല്ലാ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ ഹിയർ ഏറ്റവും പ്രധാനമായിട്ടും ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും നമുക്ക് തിയറിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് 4 പേരാണ്: റിലയബിലിറ്റി, റിലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ഈ ചോദ്യം സ്ഥിരമായിട്ട് എക്സാമിനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നോക്കാതെ നിങ്ങൾ ഒരിക്കലും എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? ഇടവിട്ടുള്ള വർഷങ്ങളിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഇടവിട്ട വർഷങ്ങളിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ചോദിക്കുന്നുണ്ട്. 4 ഒബ്ജക്റ്റീവ്സ് നമുക്ക് പഠിച്ചു വെക്കണം. ഫംഗ്ഷൻസ് എല്ലാം പഠിക്കുന്ന പോലെ പക്കാ തിയറിയാണ്. To maintain records of the business, calculation of profit or loss, and ascertainment of financial position of the firm, and providing information to users. These are the objectives of accounting. ഇനി പോകുന്നത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷനകത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. യൂസേഴ്സിനകത്ത് മക്കൾക്ക് അറിയാം, അത് ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഈ 2 യൂസേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് എക്സാമിനേഷന്റെ സ്ഥിരം ഏരിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, താഴെ പറയുന്ന ഈ കാണുന്ന യൂസേഴ്സിനെ ഇന്റേണലും എക്സ്റ്റേണലും ആക്കിയിട്ട് അതായത് തരംതിരിക്കാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിനാൻസ് ഓഫീസർ, പ്ലാന്റ് മാനേജർ, ഇവരൊക്കെ ഇന്റേണൽ ആണ്. നമ്മൾ പഠിച്ചു നോക്കുക, ഇന്റേണൽ യൂസേഴ്സിൽ ഓണേഴ്സ്, മാനേജ്മെന്റ്, എംപ്ലോയീസ്. പക്ഷേ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കോട്ടെ, ഫിനാൻസ് ഓഫീസർ ആയിക്കോട്ടെ, പ്ലാന്റ് മാനേജർ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തിൽ വരുന്നു? ഇന്റേണൽ വരുന്നു. എക്സ്റ്റേണൽ നമുക്ക് കുറെ പേരെ പഠിച്ചു വെക്കാം. കസ്റ്റമേഴ്സ്, ലേബർ യൂണിയൻ, ബാങ്ക്സ്, ഗവൺമെന്റ്, ഒക്കെ കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ റിസർച്ചേഴ്സ് എല്ലാം എക്സ്റ്റേണൽ വരുന്നതാണ്. അതുകൊണ്ട് മക്കൾ ഇന്റേണലിന്റെയും എക്സ്റ്റേണൽ യൂസേഴ്സിന്റെയും എക്സാമ്പിൾസ് പഠിക്കാതെ പോകരുത്. ഇനി തിയറി ബേസ് ഓഫ് അക്കൗണ്ടിൽ എക്സാമിനേഷൻ സ്ഥിരം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ് ആണ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നാണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ദ മീനിങ് ഓഫ് GIP എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസിനെയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി ഐഡന്റിഫൈ ദ റിലവന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ്. അതായത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ സാർ ഇട്ടിട്ടുള്ളൂ. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൺസർവേറ്റീവ്സും കൺസിസ്റ്റൻസിയും ഒക്കെയാണ്. ഇങ്ങനെ ഓരോ ഐറ്റം തരും. ക്വാളിറ്റി ഓഫ് മാൻ പവർ ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ക്വാളിറ്റി എഴുതാൻ പറ്റില്ല, കാരണം മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. എവറി ഡെബിറ്റ് ദർ ഇസ് ആൻ ഈക്വൽ ക്രെഡിറ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, മാച്ചിങ് കൺസെപ്റ്റ് ആണ്. ബിസിനസ് ഹാവ് എ ഇൻഡെഫിനിറ്റ് ലൈഫ്, ഗോയിങ് കൺസേൺ ആണ്. സ്റ്റോക്കിന്റെ വാല്യൂ, കൺസർവേറ്റീവ്സും കൺസെപ്റ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് തിയറി ബേസ് ഓഫ് അക്കൗണ്ട് ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിനേഷന് പോകരുത്. ഇനി റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ. അതായത് എക്സാമിനേഷന്റെ 3ാമത്തെ ചാപ്റ്റർ ആണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. അതിനകത്ത് കൂടുതലും ജേർണൽ, ലെഡ്ജർ അല്ലെങ്കിൽ അക്കൗണ്ട് ഇക്വേഷൻ, ഇതൊക്കെയാണ് പ്രോബ്ലം സൈഡ്. പക്ഷെ തിയറി സൈഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജേർണലിന്റെയും ലെഡ്ജറിന്റെയും ഡിഫറൻസ് ആണ്. മക്കൾ പഠിച്ചു വെക്കണം. ജേർണൽ എന്ന് പറയുന്നത് ഒറിജിനൽ എൻട്രി ആണ്, ഫൈനൽ എൻട്രി ആണ്. ഓൾ ദ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദ ഫസ്റ്റ് ഇൻ ദ ജേർണൽ ആണ്, ഫൈനലി ആണ് ലെഡ്ജറിലേക്ക് പോകുന്നത്. ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ആണ്, ഇവിടെ അനലിറ്റിക്കൽ മാനർ ആണ്. ഇങ്ങനെയുള്ള ഡിഫറൻസ് മക്കൾ പഠിച്ചു വെക്കുക. ജേർണലിന്റെയും ലെഡ്ജറിന്റെയും ഡിഫറൻസ് 3ാമത്തെ പാഠത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2ലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ, അതായത് ഏത് സബ്സിഡറി ബുക്കിലാണ് ചില ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സബ്സിഡറി ബുക്ക് പഠിക്കാനുള്ള ക്യാഷ് ബുക്ക് ആയിക്കോട്ടെ, പർച്ചേസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, റിട്ടേൺസ് ബുക്ക് ആയിക്കോട്ടെ, ജേർണൽ പ്രോപ്പർ ആയിക്കോട്ടെ, ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇത് ഏത് സബ്സിഡറി ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള തിയറി ചോദ്യമാണ്. ഇവിടെ എമൗണ്ട് വന്നുകൊണ്ട് കുട്ടികളെ തിയറി ആണെന്ന് മീൻസ് പ്രോബ്ലം പേപ്പറാണ്, പ്രോബ്ലം ഏരിയ ആണെന്ന് വിചാരിക്കേണ്ട. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് ആണ്, അത് പർച്ചേസസ് ബുക്കിലൊന്നും അല്ല, നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് ബുക്കിലാണ്. ബോട്ട് ഗുഡ്സ് ഫ്രം KB സ്റ്റോഴ്സ്, അതായത് പേര് വന്നു, ക്രെഡിറ്റ് പർച്ചേസ് ആണ്, പർച്ചേസ് ബുക്കിലാണ്. റിട്ടേൺഡ് ഗുഡ്സ് ടു അലി, പർച്ചേസസ് റിട്ടേൺസ് ആണ്. ബോട്ട് ഫർണിച്ചർ ഫ്രം അലങ്കാർ ട്രേഡേഴ്സ്, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് ആണ്, ജേർണൽ പ്രോപ്പർ ആണ്. സോൾഡ് ഗുഡ്സ് ടു പ്രതീഷ് ഫോർ ക്യാഷ് ആണ്, ക്യാഷ് ബുക്കിലാണ്. പെയ്ഡ് സാലറി ക്യാഷ് ബുക്കിലാണ്. ഇങ്ങനെ ഓരോ സബ്സിഡറി ബുക്കിലും ഏത് ട്രാൻസാക്ഷൻ എഴുതണം എന്നുള്ള തിയറി ഭാഗമാണ്. അതിന് കൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം കൂടി സാറോടെ കാണിച്ചുതരാം. അതായത് സോഴ്സ് ഡോക്യുമെന്റ് ഏതൊക്കെ. പ്രധാനമായിട്ടും ചോദിക്കുന്നത് പർച്ചേസ് ബുക്കിന്റെ അകത്തും സെയിൽസ് ബുക്കിന്റെ അകത്തും സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് ആണ്. പക്ഷേ പർച്ചേസസ് റിട്ടേൺസ് അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺസ്,
പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ടാണ്, സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ടാണ്. ഇതിന്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 വരുന്ന ചാപ്റ്ററിന്റെ അകത്ത്. ഇനി നമുക്ക് വാട്ട് ആർ ദ വേരിയസ് റീസൺ ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു കമ്പൽസറി ചോദ്യമാണ് BRS പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അഥവാ നമുക്ക് ആ ഭാഗത്ത് ചോദ്യം വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് കമ്പൽസറി ആണ് എന്നാലും ഒരു തിയറിയും കൂടി കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ കോഴ്സസ് ആണ് നമ്മൾ പഠിച്ചു വെക്കുക, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റ് ആയിക്കോട്ടെ, ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് കളക്ടഡ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ്, അതുപോലെ തന്നെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. കൂടാതെ വൺ വേർഡ് ആയിട്ടും ഇവയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി സാർ ആഡ് ചെയ്യാണ്, ഹൂ ഈസ് പ്രിപ്പയറിംഗ് BRS, അതായത് അക്കൗണ്ടന്റ് ആണ്, ഐ മീൻ അക്കൗണ്ടന്റ് ആയ കസ്റ്റമർ ആണ് നമ്മൾ എന്തുണ്ടാക്കുക BRS പ്രിപ്പയർ ചെയ്യുന്നത്, ബാങ്ക് അല്ല എന്നുള്ള ഓർമ്മിച്ച് വെക്കുക. BRSന്റെ ഭാഗത്തുനിന്നും ഒരു ചോദ്യം വരാനുണ്ട്. ഇനി ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ എറേഴ്സിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ തവണ കഴിഞ്ഞ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സിൽ അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് ഓർമ്മിച്ച് വെക്കുക, ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് എന്ന് ഓർമ്മിച്ച് വെക്കുക, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ട്, ഐ മീൻ ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോവിഡൻസ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടി ആരും സഹായിക്കുന്നു, ഈ ട്രയൽ ബാലൻസ് സഹായിക്കുന്നു കൂടി മക്കൾ ഈ സമയത്ത് ഓർമ്മിച്ച് വെക്കുക. ട്രയൽ ബാലൻസ് അകത്ത് തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് എന്നുള്ള ചോദ്യം ഒരു വർഷം ചോദിച്ചിരുന്നു. വെൻ ഇറ്റ് ഈസ് പ്രിപ്പയറിംഗ്, അതായത് ഇയർ എൻഡ് ആണോ അല്ലെങ്കിൽ മന്ത് എൻഡ് ആണോ, എനി ടൈം ആണോ? ഉത്തരം എനി ടൈം എന്നാണ്. എനി ടൈം വി ക്യാൻ പ്രിപ്പയർ ദ ട്രയൽ ബാലൻസ് ബട്ട് ഇറ്റ് ഈസ് കമ്പൽസറി ടു പ്രിപ്പയർ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് എക്സാമിനേഷന്റെ ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. റൈറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് ടേംഡ് ആസ് ഡാഷ്. ഡിപ്രീസിയേഷൻ ചാപ്റ്റർ ആണല്ലേ. ഡിപ്രീസിയേഷൻ ചാപ്റ്റർ എന്ന് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന ലോസ് ആണ്. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്. മറ്റ് ചില അസറ്റ്സൂടെ ഫേമിന്റെ അകത്തുണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, വോസ്റ്റിംഗ് അസറ്റ് ആയിക്കോട്ടെ, ഫിക്റ്റീഷ്യസ് ആയിക്കോട്ടെ, മറ്റ് അസറ്റ്സും ഫേമിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന ടേം വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ടേം ആണ്. അപ്പോൾ എക്സാമിനേഷൻ സ്ഥിരമായിട്ട് ചോദിച്ചാണ്, ഡിപ്ലഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എക്സാമിനേഷൻ ഡിപ്രീസിയേഷൻ ചാപ്റ്റർ ഓർമ്മിച്ച് വെക്കണം. കൂടാതെ ഡിപ്രീസിയേഷൻ ചാപ്റ്ററിലാമത്തെ നമുക്കറിയാം ഡിപ്രീസിയേഷൻ റിസർവ് ആൻഡ് പ്രൊവിഷൻസ് എന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ്. തീർച്ചയായും പ്രൊവിഷൻസെയും റിസർവിന്റെയും ഡിഫറൻസ് പഠിച്ചു വെക്കണം. കൂടാതെ ഇതിന്റെ എക്സാമ്പിൾസും പഠിക്കണം. പ്രൊവിഷൻ എന്ന് പറയുന്നത് നോൺ ലയബിലിറ്റി ആണ്, പ്രൊവിഷൻ എന്ന് പറയുന്നത് അൺനോൺ ലയബിലിറ്റി ആണ്. അതായത് പ്രൊവിഷന്റെ കൂടെ പേരുണ്ടായിരിക്കും, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അങ്ങനെയുള്ള ഡിഫറൻസ് മക്കൾ പഠിച്ചു വെക്കാതെ എക്സാം ഹാളിൽ പോകരുത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും. എക്സാമിനേഷന് ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ജേണൽ ലെഡ്ജർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, പ്രൊവിഷൻസ്, റിസർവ് ഇതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെയും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെയും ഡിഫറൻസ് മക്കൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് വെക്കണം, പഠിച്ചിട്ടേ പോകാം. ഇനി മാച്ച് ദ ഫോളോയിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് അക്കൗണ്ടും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഒരുപാട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അസറ്റ്സും ലയബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ബാലൻസ് ഷീറ്റ് അകത്ത്. ഇതെല്ലാം മാച്ച് ദ ഫോളോയിങ് ആയിട്ടും എക്സാമ്പിൾസ് ആയിട്ടും എക്സാമിന് ചോദിക്കും. ഒരു വർഷം ചോദിച്ചത് മാച്ച് ദ ഫോളോയിങ് ആണ്. സെയിൽസ് ആണെങ്കിൽ നമുക്കറിയാം അതൊരു ഡയറക്റ്റ് ഇൻകം ആണ്, സെയിൽസ് ഒരു ഡയറക്റ്റ് ഇൻകം ആണ്. കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെന്റ് റിസീവ്ഡ് റെന്റ് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. റെന്റ് റിസീവ്ഡ്. ദെൻ കാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. അപ്പം അസറ്റിന്റെയും ലയബിലിറ്റിന്റെയും എക്സാമ്പിൾ വെച്ചുകൊണ്ട് അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ചോദിക്കാൻ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ എക്സാമ്പിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള ഓരോ ചാപ്റ്ററിലെയും വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇതിന്റെ MCQയുടെ വീഡിയോ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് +1 ക്ലാസ് ചോദിക്കുന്ന, +1 എക്കോണമിക്സ് ചോദിക്കുന്ന മുഴുവൻ MCQ. അപ്പോൾ ഇത്തരത്തിൽ തിയറിയുടെ ഭാഗം കൂടി നല്ലപോലെ കണക്ട് ചെയ്ത് വെക്കണം. നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് തിയറി എന്ന് മക്കൾക്ക് വരാനുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്, നല്ലപോലെ പഠിക്കാം.